നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന ഭാഗമാണ്. അതിൽ രണ്ട് ടെക്നിക്സ്, ഒന്നാമതായിട്ട് സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ്, സെക്കൻഡ് വർക്ക് സ്റ്റഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. വർക്ക് സ്റ്റഡി അതിലെ 4 എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? എലമെൻറ്റ്സ് ഓഫ് വർക്ക് സ്റ്റഡി പറയൂ. യെസ്, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫറ്റീഗ് സ്റ്റഡി. ഇവയാണ് 4 എലമെൻറ്റ്സ് ഓഫ് വർക്ക് സ്റ്റഡി. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ മൂന്നാമത്തെ ഭാഗം, പ്ലാനിംഗ് ദി ടാസ്ക്. ആഫ്റ്റർ സെറ്റിംഗ് ദി ടാസ്ക് ഓഫ് an average worker, the task is planned so that the work goes on systematically. Taylor suggested that planning function should be separated from the executing function. ഒരു ടാസ്ക് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം മുതലായ കാര്യങ്ങളൊക്കെ ക്രമപ്രകാരം പ്ലാൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്ലാനിംഗ് ഫംഗ്ഷനെ എക്സിക്യൂട്ടിംഗ് ഫംഗ്ഷനിൽ നിന്ന് വേർതിരിക്കണമെന്നാണ് ടൈലർ പ്രതിപാദിക്കുന്ന കാര്യം. പ്ലാനിംഗ് ദി ടാസ്ക് മൂന്നാമത്തെ എലമെൻറ്റ്. നമുക്കിനി നാലാമത്തത് എന്താണെന്ന് പരിശോധിക്കാം. നിലവാരവൽക്കരണം അഥവാ സ്റ്റാൻഡേർഡൈസേഷൻ. Standardization involves the fixing of norms of production and restricting the line of product to a predetermined type, size, design, weight, quality, etc. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ഒരു ഉൽപ്പന്നത്തിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നതാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നിട്ട് ഉൽപാദനത്തെ ആ മുൻകൂട്ടി നിശ്ചയിച്ച നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കുക. മുൻകൂട്ടി നിശ്ചയിച്ച ടൈപ്പ് എന്താണ്, സൈസ്, ഡിസൈൻ, വെയ്റ്റ്, ക്വാളിറ്റി, ഇതിലേക്ക് ആ ഉൽപ്പന്നത്തെ രൂപാന്തരപ്പെടുത്തുക. It also concerned with setting standards of performance of workers at all levels. സ്ഥാപനത്തിലെ എല്ലാ തലങ്ങളിലെയും ജീവനക്കാരുടെ പെർഫോമൻസിൻ്റെ നിലവാരം നിശ്ചയിക്കലും ഈ സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഭാഗമാണ്. അതായത് ഉൽപ്പന്നങ്ങൾക്ക് നിലവാരം നിശ്ചയിക്കൽ മാത്രമല്ല, പ്രവർത്തനങ്ങൾക്ക് നിലവാരം നിശ്ചയിക്കലും സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഭാഗമാണ്. Scientific management aims at providing for predetermined standards for everything. എല്ലാറ്റിനും മുൻകൂട്ടി നിശ്ചയിച്ച ഒരു നിലവാരം, ഇതിനെ എടുത്തു പറയുന്ന ഒന്നാണ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ്, സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ, സ്റ്റാൻഡേർഡ് ലേബർ, സ്റ്റാൻഡേർഡ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, സ്റ്റാൻഡേർഡ് മെത്തേഡ്സ്, സ്റ്റാൻഡേർഡ് വർക്കിംഗ് കണ്ടീഷൻസ്. ഇതിനൊക്കെ നല്ല നിലവാരം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് നടപ്പാക്കി എന്ന് നമുക്ക് പറയുവാൻ വേണ്ടി കഴിയും. സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റിന് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അവ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അവിടുത്തെ തൊഴിലാളികൾ നിർവഹിക്കേണ്ട ജോലിക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി എന്താണോ അതിന് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. ജീവനക്കാരുടെ വർക്കിംഗ് കണ്ടീഷൻസ് അതിന് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം.
ഈ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒന്നാണ് നിലവാരവൽക്കരണം അഥവാ സ്റ്റാൻഡേർഡൈസേഷൻ. ഇതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ 4ാമത്തെ ടെക്നിക്ക്. ഇനി 5ാമത്തെ ടെക്നിക്ക് എന്താണെന്ന് പരിശോധിക്കാം. സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. Scientific management implies not only proper selection of workers but also imparting scientific training at regular intervals. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ മറ്റ് 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് സയൻറ്റിഫിക് സെലക്ഷനാണ്. അതിലേക്ക് ആവശ്യമുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള ആളുകളെ അഥവാ ജീവനക്കാരെ എങ്ങനെയെങ്കിലും തിരഞ്ഞെടുത്താൽ പോരാ, മറിച്ച് ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കണം. പേപ്പറിലൊക്കെ ഒഴിവുകൾ പരസ്യം ചെയ്യുക, അപേക്ഷകൾ സ്വീകരിക്കുക, അവ സൂക്ഷ്മമായി പരിശോധിക്കുക, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഹോൾ ടിക്കറ്റ് അയക്കുക, അവർക്ക് ടെസ്റ്റുകൾ നടത്തുക, ആ ടെസ്റ്റിൽ ജയിക്കുന്നവരെ ഇൻ്റർവ്യൂവിന് പങ്കെടുപ്പിക്കുക, അതിൽ ജയിക്കുന്നവരെ മറ്റു പരിശോധനകൾ, മെഡിക്കൽ, സൈക്കോളജിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് ഇവയ്ക്കൊക്കെ വിധേയമാക്കുക. എല്ലാം ശരിയായ വ്യക്തിയെ ശരിയായ സ്ഥാനത്ത് നിയമിക്കുക. ഇതിനെയാണ് സയൻറ്റിഫിക് സെലക്ഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ രീതിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവനക്കാർക്ക് അവരുടെ കാര്യക്ഷമതയെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ശാസ്ത്രീയ രീതിയിലുള്ള പരിശീലനവും നൽകേണ്ടതുണ്ട്. ഒറ്റ പ്രാവശ്യം നൽകിയാൽ പോരാ, റെഗുലർ ഇൻ്റർവെൽസിൽ ഇത് നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നതാണ് ഈ സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് എന്ന ടെക്നിക്സിൽ ടൈലർ അഭിപ്രായപ്പെടുന്നതായിട്ടുള്ള കാര്യം. അപ്പോഴേ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ 5 ടെക്നിക്സ് ആണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത 6, 7 മുതലായ ടെക്നിക്സ് അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം. ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻസിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്, മറുപടി തരുന്നതായിരിക്കും. മാത്രമല്ല ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് 1ാമത്തെ ചാപ്റ്ററിൻ്റെയും അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ പകുതി വരെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് കമൻസിൽ ഞാൻ ചേർക്കുന്നതായിരിക്കും. നിങ്ങൾ അത് ആൻസർ ചെയ്ത് നോക്കുക. എന്തായാലും അതിൻ്റെ ആൻസർ കീ അടുത്ത വീഡിയോയുടെ കൂടെ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്വന്തം പരിശോധിക്കാൻ വേണ്ടി കഴിയും. എത്ര മാർക്ക് കിട്ടി എന്ന് അറിയാൻ വേണ്ടി കഴിയും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇനി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നന്ദി.